മൂഡ് ഓഫ് ദി നേഷൻ എന്ന പേരിൽ ഇന്ത്യ ടുഡേ നടത്തിയ ഒരു സർവേയെപ്പറ്റി ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഒരു ഫോളോ അപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സർവേയിൽ തെളിഞ്ഞു വരുന്ന ഫലസൂചനകൾ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഇവിടെ. ഇന്നലെ പറഞ്ഞ ചില കണക്കുകൾ ആവർത്തിച്ചേക്കാം. പറയുന്ന കാര്യങ്ങളുടെ ആധികാരികതയ്ക്ക് വേണ്ടിയാണത് സംഭവിക്കുന്നത്. ഈ സർവേയുടെ ആകെത്തുക ഇതാണ്: BJPയും സംഘപരിവാരവും ചേർന്ന് പപ്പുമോൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചും ഒപ്പം തന്നെ വ്യക്തിഹത്യ നടത്തിയും കള്ളക്കേസുകളിൽ കുടുക്കിയും തള്ളിക്കളയാൻ ശ്രമിച്ച ഒരു കല്ല് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ മൂലക്കല്ലായി മാറുന്നു എന്നുള്ളതാണ്. അതാണ് ഈ സർവേ തെളിയിക്കുന്നത്. ഈ സർവേ നടത്തിയത് ഇന്ത്യ ടുഡേയാണ്. അവർ ഗവൺമെൻറ്റുമായി BJPയുമായി നല്ല സൗഹൃദം പുലർത്തുന്ന ഒരു മാധ്യമ സ്ഥാപനമാണെന്നാണ് പറയുന്നത്. അവർ നടത്തിയ ഒരു സർവേ, അതിൻ്റെ ഫലസൂചനകൾ ഇങ്ങനെയാവുന്നത് BJPയെ അമ്പരപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്യുന്നതിൽ അത്ഭുതമില്ല. അവരുടെ നേതാക്കൾ തന്നെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും പറ്റിയ ആൾ, അല്ലെങ്കിൽ ഏറ്റവും ജനപ്രീതിയുള്ള ആൾ എന്ന നിലയിലൊക്കെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ ആ മോദിയുടെ അടക്കം, പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ അടക്കം ജനപ്രീതി മറ്റു നേതാക്കളുടെയും BJPയിലെ മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകളുടെയും ജനപിന്തുണ വളരെ അപകടകരമായ തോതിൽ താഴേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ സർവേയിൽ തെളിയുന്നത്. സ്വാഭാവികമായും BJPക്ക് അത് ദഹിക്കുന്ന ഒരു കാര്യമല്ല. മറുവശത്താവട്ടെ, അവർ ഏറ്റവും പ്രമുഖ ശത്രുവായി കരുതുന്ന കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിനെ പറ്റിയുള്ള ചില സൂചനകൾ ഇതിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതിനെല്ലാം ഉപരി അവരാരെയാണോ ആക്ഷേപിച്ച് തകർക്കാൻ ശ്രമിച്ചത്, ആ രാഹുൽ ഗാന്ധി 10 മടങ്ങ് ജനപിന്തുണയോടെ, വർദ്ധിത വീര്യത്തോടെ തിരികെ വരുന്നു, അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് കടന്നു വരുന്നു. അതാണ് അവരെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിച്ചു എന്നുള്ളത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലെ കൂടുതൽ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ കൂടുതൽ പ്രതീക്ഷയോടെ നോക്കാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ദേശീയ രാഷ്ട്രീയ വിപണിയിൽ മോദി അടക്കമുള്ള BJP നേതാക്കളുടെ മാർക്കറ്റിന് ഇടിവ് സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം എങ്ങനെയാണ് നരേന്ദ്രമോദി അധികാരത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പെട്ടെന്ന് ഉദിച്ചുയർന്നത് എന്നുള്ളത്. വളരെ ആസൂത്രിതവും ശാസ്ത്രീയവുമായ ഒരു പ്രതിച്ഛായ നിർമ്മാണ പദ്ധതിയിലൂടെ ഒരു എതിരറ്റ നായകനായി മോദിയെ ബലൂൺ പോലെ വീർപ്പിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത്, അല്ലെങ്കിൽ നമ്മുടെ പൊതുരംഗത്ത് അവതരിപ്പിക്കുകയാണ് സംഘപരിവാരം ചെയ്തത്. BJP അല്ല, സംഘപരിവാരം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ പാർശ്വഫലങ്ങൾ, അതായത് മോദി പെട്ടെന്ന് ഒരു നേതാവായി ഉദിച്ചുയർന്നു വന്നതിൻ്റെ ചില ഫലങ്ങൾ അമിത്ഷാ, അതുപോലെ യോഗി ആദിത്യനാഥ് മുതലായ നേതാക്കൾക്കും ലഭിച്ചു. പക്ഷെ അതൊക്കെ ഇപ്പോൾ മെല്ലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയതോടെ ഇടിഞ്ഞു പൊടിഞ്ഞ് വരുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇപ്പോൾ ഈ ഇന്ത്യ ടുഡേയുടെ സർവേയിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ഒറ്റ ഉദാഹരണം നോക്കുക. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും സ്വീകാര്യനായ വ്യക്തി എന്ന നിലയിൽ 2023 ഓഗസ്റ്റിൽ മോദിക്ക് 52.3% ആളുകളുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത്. 2024 ഫെബ്രുവരി ആയപ്പോൾ അത് വർദ്ധിച്ചു 55%. ഓർക്കേണ്ട ഒരു കാര്യം, അത് നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി മോദിയുടെ പാർട്ടി BJP അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. പക്ഷേ അതല്ല സംഭവിച്ചത്. വലിയ തകർച്ചയാണ് അവർക്കുണ്ടായത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. 1-2 ഘടകകക്ഷികളുടെ പിന്തുണയോടാണ് അവരിപ്പോൾ ഭരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഓഗസ്റ്റ് ആയപ്പോഴേക്കും
പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും പറ്റിയ ആൾ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഇടിഞ്ഞിടിഞ്ഞ് 49% എത്തി നിൽക്കുകയാണ്. മോദിയുടെ പ്രവർത്തന മികവിനെക്കുറിച്ചായിരുന്നു ഏറ്റവും വലിയ മറ്റൊരു ഖ്യാതി പറച്ചിൽ, അതായത് പെർഫോമൻസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2020 അദ്ദേഹത്തിന് 78% ആളുകളുടെ പിന്തുണയുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ 78% ആളുകൾ വിശ്വസിച്ചത് അദ്ദേഹം പ്രവർത്തന മികവിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാൾ ആണെന്നാണ്. അന്നത്തെ ആ സർവേയിൽ വെറും 5% പേർ മാത്രമാണ് മോദിയുടെ പ്രവർത്തന മികവിനെക്കുറിച്ച് അല്ലെ പെർഫോമൻസിലുള്ള മേന്മയെക്കുറിച്ച് സംശയം പറഞ്ഞത്, അല്ലെങ്കിൽ അത് അത്ര നല്ലതല്ല എന്ന അഭിപ്രായം പറഞ്ഞത്. 2024 ഫെബ്രുവരി ആയപ്പോഴേക്ക് അതിൽ വലിയ ഇടിച്ചിൽ സംഭവിച്ചു. അത് 60.15% കുറഞ്ഞു. ഇപ്പോൾ ഈ ആഗസ്റ്റിൽ അത് 58.6% മാത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 22% ആളുകൾ പ്രവർത്തന മികവിൻ്റെ കാര്യത്തിൽ മോദിയുടെ റെക്കോർഡ് ഏറ്റവും മോശം എന്ന് പറയുന്നു എന്നുള്ളതാണ്. 2020 അത് 5% മാത്രമായിരുന്നു എന്ന് ഓർക്കണം. ഈ സർവേയിൽ മോദിയുടെ തൊട്ടടുത്ത പിൻഗാമിയായി കാണുന്നത് അമിത്ഷായാണ്. അദ്ദേഹത്തിന് വെറും 20% മാത്രമാണ് ജനപിന്തുണയുള്ളത്. അതായത് 20% ആളുകൾ മാത്രമാണ് അമിത്ഷാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ മാസങ്ങൾക്ക് മുമ്പ്, 6 മാസം മുമ്പ് 2024 ഫെബ്രുവരിയിൽ അത് 28.6% ആയിരുന്നു. അതുപോലെ തന്നെ ഈ സർവേയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് UPയിലെ യോഗി ആദിത്യനാഥിനെയാണ്. ഇന്ത്യ ഒട്ടാകെ നടത്തിയ സർവേയിൽ അദ്ദേഹത്തിന് 33.3% ആളുകളുടെ പിന്തുണയുണ്ട്. പക്ഷേ UPയിലെ ജനങ്ങൾ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ 39% ആളുകൾ മാത്രമാണ് തൃപ്തികരം എന്ന് പറഞ്ഞത്. ഇവിടെയും യോഗിക്ക് വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. 6 മാസം മുമ്പ് ഫെബ്രുവരിയിൽ 2024 ഫെബ്രുവരിയിൽ UPയിലെ 51% ആളുകൾ യോഗിയുടെ പ്രവർത്തനം തൃപ്തികരം എന്ന് അഭിപ്രായപ്പെട്ടതാണ്. സാന്ദർഭികമായി പറയട്ടെ, യോഗി ആദിത്യനാഥിൻ്റെ പിന്നിൽ 2ാം സ്ഥാനത്തുള്ളത് 13% പിന്തുണയുമായി കെജ്രിവാളാണ്. അതിന് തൊട്ടു പിന്നിൽ 9.1% മമതാ ബാനർജി ഉണ്ട്. മമതാ ബാനർജിക്ക് തൊട്ട് താഴെയായിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ 4.7%. അത് കഴിഞ്ഞ് ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു 4.6. ഇതിൽ മമതാ ബാനർജി അല്പം ഉയർച്ച കാണിച്ചിട്ടുണ്ട്. ചെറിയ തോതിൽ അവരുടെ ജനപ്രീതി വർദ്ധിച്ചതായിട്ട് ഈ സർവേ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഈ സർവേ ഏറ്റവും അവസാനം എടുത്തത് ഓഗസ്റ്റ് 10 ഇപ്പോൾ കൽക്കത്തയിൽ വലിയ പ്രക്ഷോഭത്തിന് കാരണമായിരിക്കുന്ന മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ മരണം അതിന് ഒരു ദിവസം മുമ്പാണ് സംഭവിച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഇന്നത്തെ തലത്തിലേക്ക് ഉയർന്നത് വാസ്തവത്തിൽ ഈ സർവേ നടന്നതിന് ശേഷമാണ്. 9 ഈ കൊലപാതകം നടന്നു. 10 ജനങ്ങളുടെ ഇടയിൽ ഇത് സംബന്ധിച്ച സർവേ നടന്നത്. സൃഷ്ടിച്ചെടുത്ത പ്രതിച്ഛായയുടെ നിഴലിലാണ് മോദി അടക്കമുള്ള ആളുകളുടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ വലിയ ജനപ്രീതി എന്ന് ഇപ്പോൾ ഇത്തരത്തിലുള്ള സർവേകളിലൂടെ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൈനിക നീക്കങ്ങളെപ്പോലും അവർ രാഷ്ട്രീയമായ ആവശ്യത്തിന് ഉപയോഗിച്ചു. പണ്ടും സർജിക്കൽ സ്ട്രൈക്കൊക്കെ നടന്നിട്ടുണ്ട്. അത് സ്വകാര്യമായി രഹസ്യമായി വിൽക്കുകയായിരുന്നു പതിവ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ആസൂത്രിതവും ശാസ്ത്രീയവുമായ പ്രതിച്ഛായ നിർമ്മാണം, മോഡിയുടെ പ്രസംഗ വൈഭവത്തെക്കുറിച്ച് വേദിയുടെ ഇരുവശങ്ങളിലെ പ്രോംപ്റ്ററുകൾ വെച്ചിട്ട് അത് നോക്കി അംഗവിക്ഷേപങ്ങളോടുകൂടി നടത്തുന്ന പ്രസംഗം,
പ്രോംപ്റ്ററിലെ പ്രസംഗം വായിക്കുന്ന ആ അത്യുജ്വല പ്രസംഗ പാടവം, പ്രഭാഷണ കലയിലെ ആ അദ്വിതീയത്വം, ഇങ്ങനെ പല പല കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ദിവസം 24 മണിക്കൂറിൽ 20 മണിക്കൂറും പ്രവർത്തന നിരതമാകുന്ന പ്രധാനമന്ത്രി എന്ന വീമ്പ് പറച്ചിൽ, പിന്നീട് എന്തിനേയും ഏതിനേയും കൊട്ടിഘോഷിക്കുന്ന ഒരു പതിവ്, ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചെടുത്ത ആ വലിയ പ്രതിച്ഛായയിൽ അടിസ്ഥാനമിട്ടതായിരുന്നു ഈ ജനപ്രീതി എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. ജനങ്ങളിതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയതോടുകൂടി അതിന് ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്ന് ഈ ഇന്ത്യ ടുഡേയുടെ സർവേ വിളിച്ചു പറയുകയും ചെയ്യുന്നു. അതേസമയം രാഹുൽ ഗാന്ധി എവിടെ നിന്നാണ് ഇപ്പോഴുള്ള ജനപിന്തുണയിലേക്ക് ഉയർന്നുയർന്നു വരുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരു സമയത്ത് കോൺഗ്രസ് വല്ലാതെ തകർന്നുപോയി. UPA ഭരണത്തിന് ശേഷം വളരെ പിന്നോട്ടടിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു ഊഷര ഭൂമിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി പിന്നീട് വാസ്തവത്തിൽ കഠിനമായ പ്രയത്നത്തിലൂടെ, സ്ഥിരോത്സാഹത്തിലൂടെ മുന്നേറി വരുന്നത്. ചരിത്രം അതാണ്. അത് പറയുമ്പോൾ അങ്ങനെ പറയുന്നവരെ പരിഹസിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവരും എഴുതിത്തള്ളിയ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഈ സർവേയിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, മഹാരാഷ്ട്ര, ഹരിയാന, ഒരുപക്ഷെ ജമ്മു കാശ്മീർ, ഇതൊക്കെ ഇന്ത്യ സഖ്യത്തിൻ്റെ തിരിച്ചുവരവിന് കാരണം ആയേക്കാം. അങ്ങനെയാണ് ജനങ്ങളുടെ ഇഷ്ടം, പ്രീതി പിടിച്ചുപറ്റിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഉയരങ്ങളിലേക്ക് വരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച കണക്കുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ഈ സർവേയിൽ തെളിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രധാനമന്ത്രി പദത്തിലേക്ക് കഴിഞ്ഞ ഓഗസ്റ്റിൽ 15.8% പേരും 2024 ഫെബ്രുവരിയിൽ 14% പേരുമാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചത്. മോദിയേക്കാൾ വളരെ വളരെ താഴെയായിരുന്നു അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നില. ഇപ്പോൾ അത് കഴിഞ്ഞ ഫെബ്രുവരിയേക്കാൾ 8% ഉയർന്ന് 22.4% എത്തി നിൽക്കുന്നു. ഇതിൽ മറ്റൊരു രസകരമായ കാര്യം കൂടെയുണ്ട്. ഈ കാറ്റഗറിയിൽ, അതായത് പ്രധാനമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യൻ ആര് എന്ന ചോദ്യത്തിനുള്ള മറുപടിയിൽ മോഡിയും രാഹുലും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ ഫെബ്രുവരിയിൽ 41%, ഈ ഓഗസ്റ്റിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 3 മാസത്തിനുള്ളിൽ നടക്കുന്ന ഈ സർവേയിൽ അത് 21% ചുരുങ്ങിയിരിക്കുക. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നു. അതോടുകൂടി പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ സ്വീകാര്യത ചെറിയ തോതിലൊന്നുമല്ല വർദ്ധിച്ചത്, വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. അതാണ് പറഞ്ഞത്, 6 മാസങ്ങൾക്ക് മുമ്പ് മോദിയുമായി രാഹുൽ ഗാന്ധിക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്ന അന്തരം 41% ഇപ്പോൾ 27% എന്നുള്ളത് അത്ര നിസ്സാരമായ ഒരു കണക്കല്ല. രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് വളരെ ഉയരങ്ങളിലേക്ക് പോകുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി രാഹുൽ ഗാന്ധിക്ക് മൊത്തത്തിലുള്ള ജനപ്രീതി, നമ്മൾ നേരത്തെ പറഞ്ഞത് അദ്ദേഹം പ്രധാനമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നവരുടെ കണക്കാണ്. മൊത്തത്തിലുള്ള പിന്തുണ എന്ന് പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ 21%, ഇപ്പോഴത് 32%. അതായത് 6 മാസം കൊണ്ട് 11% വർധനവ്. ഈ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനെ രാഹുൽ ഗാന്ധി ഈ ജനപ്രീതിയുടെയും പിന്തുണയുടെയും കാര്യത്തിൽ ഇത്ര മുകളിലേക്ക് കയറി വന്നു എന്നുള്ളത് നാം പഠിക്കേണ്ടതുണ്ട്. സത്യത്തിൽ BJP എങ്ങനെയാണ് ഇവിടെ രാഷ്ട്രീയം നടത്തിയിരുന്നത്, കോൺഗ്രസ് അല്ലെങ്കിൽ പിന്നീട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്തത്, അതിലെ വ്യത്യാസം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അത് മനസ്സിലാക്കിയാൽ മതി. ഒരു കൂട്ടരിവിടെ വർഗീയതയുടെയും മതത്തിൻ്റെയും പേരിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ കൈവശമുള്ള അധികാരം ഉപയോഗിച്ച് ED അല്ലെങ്കിൽ CBI
അതുപോലെ ഇൻകം ടാക്സ്, ഇതൊക്കെ ഉപയോഗിച്ച് എതിരാളികളെ വകവരുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഭരണഘടനയുടെ സാങ്കത്യം ഇല്ലാതാക്കാൻ കുറുക്കു വഴികൾ തേടിക്കൊണ്ടിരുന്നപ്പോൾ, മറുഭാഗത്ത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും ചെയ്തത് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ മതനിരപേക്ഷത നിലനിൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പും പ്രചാരണ രംഗത്തും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചില വിഷയങ്ങൾ, അത് ഇന്ത്യയിലെ ജനങ്ങളും രാഹുൽ ഗാന്ധിയും തമ്മിലൊരു കണക്ട് ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര ജനങ്ങളെ അടുത്തറിയാനും അവരുമായി സംവദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച വിജയം ഉണ്ടായി. വാസ്തവത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ സഖ്യവും തോറ്റു, പക്ഷേ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ സഖ്യവും ജയിച്ചു എന്നത് തന്നെയാണ്. അതിനുശേഷം അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നു. വളരെ കൃത്യമായിട്ട് ലോക്സഭയിൽ അദ്ദേഹത്തിന് സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ രാജ്യം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും, ഏറ്റവും അവസാനം ലാറ്ററൽ എൻട്രി വരെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം കൃത്യമായിട്ട് പ്രതികരിക്കുന്നു, ഭരണകൂടത്തെ മുൾമുനയിൽ നിർത്തുന്നു. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴുള്ള ഈ ജനപ്രീതിയുടെ ഉയർന്ന തലത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ സാധാരണ ജനങ്ങളുടെ പിന്തുണ മാത്രമല്ല രാഹുൽ ഗാന്ധിക്കുള്ളത്. ഇന്ത്യയിലെ ഭരണഘടനയും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബുദ്ധിജീവികൾ, എഴുത്തുകാർ, നിഷ്പക്ഷരായ ആളുകൾ, ചെറുപ്പക്കാർ, അവരുടെയൊക്കെ പിന്തുണ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹത്തിനുണ്ട്. നേരത്തെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്ന ഒരു കുറ്റം, അദ്ദേഹത്തിന് കൺസിസ്റ്റൻസി ഇല്ല, സ്ഥിരതയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കാനില്ല. പക്ഷേ ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം കുറേ കൂടെ ഓതൻറ്റിക് ആവേണ്ടതുണ്ട്, ആധികാരികത കൈവരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇന്ത്യ സഖ്യം പോലെയുള്ള ഒരു മുന്നണിയെ കേടുപാടുകൾ കൂടാതെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് അദ്ദേഹം ആക്സസിബിൾ ആവണം. ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാവണം. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു മതമേലധ്യക്ഷനുമായി സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ബന്ധം? അറിയാം, കണ്ടിട്ടുണ്ട്, അത്ര ആക്സസിബിൾ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഹുൽ ഗാന്ധിയോടൊക്കെ വ്യക്തിപരമായിട്ട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് അദ്ദേഹം വിധേയനാവേണ്ടതുണ്ട്. അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റമാണ് ഇപ്പോഴത്തെ ഈ സർവേയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്തിലുമൊക്കെ കണ്ടത്. പക്ഷേ ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലേക്ക് അദ്ദേഹം കൂടുതലായി പരിവർത്തനം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കാര്യത്തിൽ കോൺഗ്രസ്സിന് ഒരു സംഘടന എന്ന നിലയിൽ അവരുടേതായ പങ്ക് വഹിക്കാനുണ്ട്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ മോശമാണ്. കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, രാഹുൽ ഗാന്ധിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അംഗീകാരമുണ്ടല്ലോ, അല്ലെങ്കിൽ സ്വീകാര്യത, അത് BJPയെ വിരളി പിടിപ്പിക്കുന്നതാ. അതുകൊണ്ട് തന്നെ ഏത് മാർഗങ്ങൾ ഉപയോഗിച്ചും രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ അവർ ശ്രമിക്കും. ഇനി കൂടുതൽ വ്യക്തിഹത്യകൾ ഉണ്ടായേക്കാം. ED ഉപയോഗിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചേക്കാം. വേണ്ടി വന്നാൽ ജയിലിലാക്കാൻ പോലും ശ്രമിച്ചേക്കാം. പക്ഷേ അതിനൊക്കെ പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള ഒരു കോൺഗ്രസ് പ്രസ്ഥാനം കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ ഫലപ്രദമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. ഡ്രൈവർ സമർത്ഥനായതുകൊണ്ട് മാത്രം കാര്യമില്ല, വണ്ടി നല്ല കണ്ടീഷനിലുള്ളതായിരിക്കണം.